അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിരുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഖൈറും ബർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്ക് റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ എല്ലാ കാര്യത്തിനും പരിഹാരമാർഗമാണ് എന്നത്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും എല്ലാ ആയത്തുകളുടെയും മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചില മഹാന്മാർ കിതാബുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചിട്ടും മഹത്വങ്ങളെക്കുറിച്ചിട്ടും കിതാബുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ റമളാൻ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസം എന്നല്ല അല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ ഓതിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ നൽകുന്നതാണ്, ഒരുപാട് പ്രതിഫലം നൽകുന്നതാണ്. എന്നാൽ ഈ പരിശുദ്ധമായ റമളാൻ മാസം ഞാൻ എടുത്തു പറയാൻ കാരണം ഈ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ച് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഇത്. മാത്രമല്ല ഈ പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം റഹ്മത്ത് അവൻ്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് ഇത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്കത് നിറവേറ്റിയെടുക്കാം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളുമൊക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിക്കൊണ്ട് അത് അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും നമ്മിൽ നിന്നും എടുത്തു കളയും. ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിറവേറിക്കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം ഇത് ഓതാൻ. മാത്രമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് ഓതുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും കൂടി നിങ്ങൾക്ക് വേണം. നല്ല ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി വേണം ഇത് ഓതാൻ. അങ്ങനെ നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ
പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ രോഗം മാറ്റിത്തരുന്നതാണ്. മാത്രമല്ല, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടാനുള്ള അതിൻ്റെ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. മാത്രമല്ല, പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. അതായത് പിന്നീട് നിങ്ങൾക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വരില്ല. കാരണം നിങ്ങൾക്ക് പിന്നീട് ധാരാളമായിട്ട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല, ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് ടെൻഷൻ ഉണ്ടാകില്ല. എല്ലാ സമയത്തും നമുക്ക് നല്ല മനസ്സമാധാനമായിരിക്കും ഉണ്ടാകുക. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയായി, ദാരിദ്ര്യം ഇല്ലാതെയായി, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നമുക്ക് അത് പെട്ടെന്ന് നിറവേറ്റിത്തരും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. മക്കളില്ലാതെ ബുദ്ധിമുട്ടിയിട്ട് വലിയ വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും അവർ ദുആ ചെയ്യാൻ വേണ്ടി പറയലുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുന്നതാണ്. വർഷങ്ങളായിട്ടും മക്കളില്ലാതെ മറ്റുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും മറ്റു പല ബുദ്ധിമുട്ടുകളും സഹിച്ച് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകി റബ്ബേ. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല ജോലി അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. അവർക്ക് അനുയോജ്യമായ അവർ ആഗ്രഹിക്കുന്ന ജോലി അവർക്ക് ലഭിക്കും. സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നല്ല സൗകര്യമുള്ള അവർക്ക് അനുയോജ്യമായ വീട് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കും. കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാരൊക്കെ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുയോജ്യമായ നല്ല ഇണയെ അവർക്ക് കൊടുക്കും. അങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്തുൽ ഫത്ഹ് നിങ്ങൾ ഓതേണ്ട എണ്ണം 41 പ്രാവശ്യമാണ്. 41 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഓതി തീർക്കണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ എത്ര എണ്ണമാണോ ഇത് നിങ്ങൾ ഓതുന്നത് അത് നിങ്ങൾ കണക്ക് വെക്കുക. എന്നിട്ട് 41 പ്രാവശ്യം ഓതി തീർത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നതിൻ്റെ ശേഷം നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 486 പ്രാവശ്യം ചൊല്ലുക. അതായത് സൂറത്തുൽ ഫത്ഹ് 41 പ്രാവശ്യം ഓതിയതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 486 പ്രാവശ്യം ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം വിജയിപ്പിക്കുന്നവൻ, വിജയിപ്പിച്ച് തരുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ നമ്മൾ ധാരാളം പതിവാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക.
ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്താൽ എൻ്റെ ആവശ്യം എനിക്ക് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് നിറവേറ്റിത്തരും. നമുക്ക് ദുനിയാവിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അത് നടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതായത് നല്ല ബുദ്ധിശക്തി ഉണ്ടായിട്ടും നല്ല ആരോഗ്യമുണ്ടായിട്ടും ഒരുപാട് വിദ്യാഭ്യാസമുണ്ടായിട്ടും മറ്റ് ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് മറ്റു കഴിവുകൾ ഉണ്ടായിട്ടും ഒരുപാട് ആളുകളും വിജയിക്കാത്തത് നമ്മൾ കാണാറുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കാതെ എത്ര വലിയ ആളുകൾക്കും വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം എന്നല്ല ആദ്യവും അവസാനവും എന്നും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ നാട്ടുകാരും ലോകം മുഴുവനും നിങ്ങൾ വിജയിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വിളിച്ചു പറഞ്ഞാൽ പോലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് നടത്തി തന്നിരിക്കും. നിങ്ങൾക്ക് അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.